ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഗ IPS എന്ന ത്രില്ലർ ഫാമിലി നോവലിൻ്റെ 15ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വൈഗ IPS അധ്യായം 15, നോവൽ തുടർച്ച. പക്ഷേ യുവർ ഓണർ, രാജീവ് പറയാൻ ശ്രമിക്കുമ്പോൾ ജഡ്ജ് കൈയെടുത്ത് വിലക്കി. രാജീവ് അന്താളിപ്പോടെ നോക്കി. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനാൽ 14 ദിവസത്തെ റിമാൻഡിന് ഉത്തരവാകുന്നു. കണ്ടീഷൻ ബെയിലല്ല, റിമാൻഡ്. 14 ദിവസത്തെ ജയിൽവാസം. ഈ നിൽപ്പിൽ മരിച്ചു വീണിരുന്നെങ്കിലെന്ന് തോന്നി വൈകയ്ക്ക്. അധ്യായം 31. ഇതൊരു വലിയ ചതി തന്നെയായിരുന്നു മാഡം, അഡ്വക്കേറ്റ് രാജീവ് വിഷമത്തോടെ പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നാളെ സെക്കൻഡ് സാറ്റർഡേ, മറ്റന്നാൾ സൺഡേ, തിങ്കളാഴ്ച ഇനി ജാമ്യാപേക്ഷ വയ്ക്കാനാവും. 2-3 ദിവസം പെട്ടുപോയല്ലോ മാഡം. അവർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മനഃപൂർവ്വം ചതിച്ചതാ. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണെന്ന് വൈകയ്ക്ക് അപ്പോഴാണ് ഓർത്തത്. അതെ, ശരിക്കും താൻ കെണിയിൽ വീണുപോയിരിക്കുന്നു. വൈകയ്ക്ക് കരച്ചിൽ വന്നില്ല, കണ്ണു നിറഞ്ഞില്ല. നെഞ്ചിനുള്ളിൽ തലങ്ങും വിലങ്ങും കുത്തിക്കീറിയിട്ടും മുളക് തെച്ച ആ നീറ്റൽ മാത്രം. ഐ ആം സോറി വൈഗ, SP വിൽസൺ തോമസ് പറഞ്ഞു. വൈഗ നടുക്കത്തോടെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തനിക്കുള്ള കൈവിലങ്ങ്. സബ് ജയിലിലേക്ക് പോകുമ്പോൾ ഇത് വേണമെന്നാണ് നിയമമെന്ന് തനിക്കറിയാലോ. നിയമത്തിന് മുന്നിൽ കുറ്റവാളികൾക്ക് റാങ്ക് ഭേദമില്ല. എല്ലാവരും കുറ്റവാളികൾ മാത്രം. സ്വർണത്തിൻ്റെ തരി പോലുമില്ലാത്ത നീണ്ടുരുണ്ട കൈകൾ അവൾ നീട്ടിക്കൊടുത്തു. വിലങ്ങണിഞ്ഞ കൈകളുമായി പോലീസ് അകമ്പടിയോടെ ജീപ്പിനടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവൾക്ക് തളർച്ച തോന്നി. ജീപ്പിനപ്പുറത്ത് റോഡിൽ കിടക്കുന്ന തൻ്റെ ഷിഫ്റ്റിനരികിൽ ജീവച്ചവം പോലെ നിൽക്കുന്ന കാർത്തിക് അവളുടെ അടുത്തേക്ക് വന്നില്ല. പേടിക്കണ്ടടാ, തനിക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞില്ല. പകരം ശില പോലെ ഒരേ നിൽപ്പ്. വൈഗ ജീപ്പിനുള്ളിലേക്ക് കയറിയിരുന്നു. കാർത്തികിനെ പിന്തള്ളി ജീപ്പ് നീങ്ങുമ്പോൾ വൈഗ സ്വയം പറഞ്ഞു, രശ്മി, യുദ്ധം ചെയ്യാതെ നീ ജയിച്ചു. ഇനി നിനക്ക് പൊട്ടാസ്യം സയനൈഡ് കഴിക്കേണ്ടി വരില്ല. മജിസ്ട്രേറ്റിനും കുടുംബത്തിനും മകനെ നഷ്ടപ്പെടുകയില്ല. കാർത്തികത തിരിച്ചു വരുന്നു. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കൈക്കൂലിക്കേസിൽ അകപ്പെട്ട് കൈവിലങ്ങണിഞ്ഞ് കാണാനോ ജയിലിൽ റിമാൻഡിൽ കിടക്കുന്നത് കാണാനോ അന്തസ്സുള്ള ഒരു പുരുഷനും ആഗ്രഹിക്കില്ല. തീർച്ച. വൈഗ മുഖം തിരിച്ചിരുന്നു. ഉള്ളിലെ വിങ്ങല് മിഴികളിൽ നിറഞ്ഞു തൂവാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. വിവരം ജഗൻ തന്നെ സാജനെ വിളിച്ചറിയിച്ചു. സാജ, കാര്യങ്ങൾ നടന്നിരിക്കുന്നു. താൻ കെട്ടാൻ പോകുന്ന വൈഗ IPS ഇപ്പോൾ അറസ്റ്റിലാണ്. റിമാൻഡിൽ ജയിലിലേക്ക് പോയിരിക്കുന്നു. സാജൻ നടുങ്ങിപ്പോയി. പ്ലാൻ ചെയ്തെങ്കിലും അങ്ങനെയൊന്നും നടന്നു എന്നറിഞ്ഞപ്പോൾ അവനാകെ വെപ്രാളമായി. അല്ലടോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ കാര്യം സാധിച്ചു? സാജൻ ചോദിച്ചു. 10 ലക്ഷം രൂപ ഇത്ര പെട്ടെന്ന് ആ രവിമേനോൻ ഉണ്ടാക്കി തരുമെന്നോ? അതൊന്നും നീ അറിയണ്ട. ഈ ജഗൻ ഒരു കാര്യമേറ്റാലേറ്റതാ. അല്ല, 10 ലക്ഷം എന്ന് പറയുന്നത് നിസാര തുകയില്ലല്ലോ. അല്ല, പക്ഷെ നീ കുഴി എണ്ണണ്ട, അപ്പം തിന്നാൽ മതി, ജഗൻ പറഞ്ഞു. വൈഗ IPS ഇപ്പോൾ തളർന്നു വീണിരിക്കുന്നു. ആ കാഴ്ച കാണാൻ മണികെട്ടിയ കാമുകൻ എഞ്ചിനീയർ വന്നിരിക്കുന്നു. എന്നിട്ടെന്താ? അവനവൻ്റെ കാറിൽ കയറി സ്ഥലം വിട്ടു. IPS ഇനി നിനക്കുള്ളതാ. താലി റെഡിയായിക്കോ. ജഗൻ കോൾ കട്ട് ചെയ്തു. സാജൻ ആ വിവരം സാവിത്രിയോടും സതിയെയും അറിയിച്ചു. ഇരുവരും കേട്ടപാടെ ദേവികയോടും ഈശ്വരിയോടും പറഞ്ഞു. എൻ്റെ കൃഷ്ണ, ദേവിക നെഞ്ചിൽ തല്ലിക്കരഞ്ഞു. എനിക്കിനി ജീവിക്കണ്ടായോ? എനിക്ക് ആരും ഇല്ലാണ്ടായേ. കൊള്ളാം, അമ്പാടി കുടുംബത്തിൻ്റെ നാശം പൂർത്തിയായി. സാവിത്രിയുടെ മുഖം അപമാനം കൊണ്ട് ചുളിഞ്ഞു. ഇനി കിട്ടുന്ന വിലയ്ക്ക് ഈ വീട് വിൽക്കുകയേ തരുള്ളൂ, സതി പറഞ്ഞു. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ നാണക്കേടില്ലാണ്ട് കഴിയാം. ഈശ്വരി പെൺമക്കളുടെ മുഖത്തേക്ക് നോക്കി, പ്രത്യേകിച്ചും സതിയുടെ. ഈ വീട് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോകണോ?
അത് കിട്ടുന്നത് നിങ്ങൾക്ക് വിധിച്ചു തരണോ? എന്നതാ വേണ്ടത്? അവർ ചോദിച്ചു. അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നിൻ്റെയൊക്കെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട്, ഈശ്വരി കൂസാതെ പറഞ്ഞു. അടുപ്പത്ത് വെച്ച വെള്ളം തിളച്ചെങ്കിൽ അതിലരിയിട്ട് കഞ്ഞി കുടിച്ചോ, വിശക്കാണ്ടിരിക്കാം. അല്ലാണ്ട് ഇത് വിറ്റ് കിട്ടുന്ന കാശ് പിച്ചിക്കീറി കൊണ്ടുപോകാമെന്ന് വിചാരിക്കണ്ട. സതിക്ക് അരിശം വന്നു. അയ്യടാ, ഞങ്ങൾക്ക് പിച്ചിക്കീറാൻ വേണ്ടി പറഞ്ഞതല്ല. കണ്ടില്ലേ വരുത്തി വെച്ച അപമാനത്തിന് മീതെ പിന്നെയും പിന്നെയും കുമിഞ്ഞുകൂടുന്നത്. കൈക്കൂലി വാങ്ങിച്ചതിന് അറസ്റ്റും റിമാൻഡും. വൈകക്കിനി ഈ കരയെന്ന് കിട്ടുമമ്മേ ഒരു നല്ല ബന്ധം. അമ്മ പറയും. വൈക കൈക്കൂലി വാങ്ങിച്ചെന്നോ? അതിമ്മിണി പുളിക്കും. ഈശ്വരി പരിഹസിച്ച് ചിരിച്ചു. അവളെ ചതിക്കണമെന്ന് ആരേലും മനഃപൂർവ്വം വിചാരിച്ചു കാണും. അവൾ ആ ചതിക്കുഴിയിൽ വീണു, അത്രയേ ഉള്ളൂ. സതി വിളറിപ്പോയി. ദേവികെ! കരഞ്ഞുകൊണ്ടിരുന്ന ദേവികയെ നോക്കി ഈശ്വരി ശാസനയോടെ വിളിച്ചു. കരച്ചിലിനിടയിൽ ദേവിക മുഖമുയർത്തി. എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നിന്റെ മൂത്ത മകളല്ലേ വൈക്ക? അവളിങ്ങനെ കണ്ടോൻ്റെ കാശ് മേടിക്കോടി. ഒരു നിമിഷം ദേവിക പകച്ചു. ഇല്ല, അവർ പറഞ്ഞു നിർത്ത്. എന്നാ നീ കരച്ചിൽ നിർത്ത്. അവളിങ്ങ് വരും. ഈ ചതി ചെയ്തത് ആരായാലും അവരെ സൂചിമുനയിൽ നിർത്തിയിട്ട് അവളെ സമാധാനം പറയിപ്പിച്ചോളും. ഈശ്വരി തറപ്പിച്ച് പറഞ്ഞു. സാജനും സതിയും പരസ്പരം നോക്കി. സാവിത്രിയും. മൂവരുടെയും നെഞ്ചിനുള്ളിൽ ഒരിടിമുഴക്കം. ഈശ്വരി തങ്ങളെ സംശയിക്കുന്നുണ്ടോ? ടി വിയിൽ ആ ന്യൂസ് ആദ്യം കണ്ടത് വരുണിൻ്റെ ഇളയ അനിയത്തി വിജിയാണ്. സന്ധ്യാനാമം ജപിച്ചതിന് ശേഷം ടി വി വെച്ചതായിരുന്നു അവൾ. അമ്മേ, അച്ഛാ, ദേ ഇങ്ങോട്ടൊന്ന് വന്നേ, അവൾ വിളിച്ചു കൂവി. അടുക്കളപ്പണിയിലായിരുന്ന രേവതിയും മുറിക്കുള്ളിൽ ഷെൽഫ് തുറന്ന് എന്തൊക്കെയോ ഡോക്യുമെൻറ്റുകൾ നോക്കിയായിരുന്ന രവി മേനോനും പെട്ടെന്നുള്ളിലേക്ക് വന്നു. അവരിരുവരും കണ്ടു. ചെറിയ അക്ഷരങ്ങൾ മിന്നിമറിയുന്ന ആ വാർത്ത. ACP വൈഗ IPS കൈക്കൂലി കേസിൽ അറസ്റ്റിൽ. വൈഗ ഇപ്പോൾ സബ് ജയിലിൽ റിമാൻഡിലാണ്. ഒരു കൊലക്കേസ് ഒതുക്കി തീർക്കാൻ പ്രതിയുടെ ബന്ധുക്കളിൽ നിന്നും 10 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടയിലാണ് വിജിലൻസ് പിടികൂടിയത്. രവി മേനോൻ എന്നയാളാണ് പരാതിക്കാരൻ. ചേട്ടാ, രേവതി നടുങ്ങി. എന്താണിത്? ചേട്ടൻ 10 ലക്ഷം രൂപ വൈഗയ്ക്ക് കൊടുത്തോ? എവിടുന്ന് കിട്ടി പണം? എന്നിട്ടെന്താ പരാതിപ്പെട്ടത്? എന്നോടൊന്നും എന്താ പറയാഞ്ഞത്? രവി മേനോൻ നടുങ്ങി നിൽക്കുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട കയ്യിൽ വിലങ്ങുമായി പോലീസ് ജീപ്പിലേക്ക് കയറുന്ന വൈഗയുടെ ദീനതയാർന്ന മുഖം TV സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നു. 10 അല്ല, 20 ലക്ഷം ചോദിച്ചാലും നമ്മുടെ മകൻ രക്ഷപ്പെടുമെങ്കിൽ കൊടുക്കണം. അതിന് പകരം ആ പെണ്ണിനെ നിങ്ങൾ കുടുക്കി. നമ്മുടെ മകനേക്കാളും വലുതായിരുന്നോ കാശ്? ഇനി നമ്മുടെ മകനെ രക്ഷിക്കാൻ ആർക്കേലും പറ്റുമോ? കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, കൊടുക്കുന്നതും കുറ്റ. ഇപ്പം നമ്മളും കുറ്റക്കാരായില്ലേ? തറഞ്ഞപടി നിൽക്കുന്ന രവി മേനോൻ്റെ തോളിൽ പിടിച്ച് രേവതി ശക്തമായി വിളിച്ചു. പറയ്, നിങ്ങളെന്തിനാ ഈ ചതി ചെയ്തത്? പറയ്. TV യിൽ കണ്ട വൈഗയുടെ കണ്ണുകളിലെ യാചനയും ദീനതയും രവി മേനോൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. അയാൾ രേവതിയുടെ മുഖത്തേക്ക് നോക്കി. ചതിച്ചത് ഞാനല്ല രേവതി. പിന്നെ എനിക്കറിയില്ല. നമ്മളെ ആരോ ചതിച്ചിരിക്കുന്നു. നമ്മളെ ചതിച്ചോ? നിങ്ങളെന്നായി പറയുന്നത്? രേവതിക്ക് മനസ്സിലായില്ല. 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പകൽ മുഴുവൻ അലഞ്ഞു നടന്നിട്ടും വന്നതാ ഞാൻ. ഒടുവിൽ ഒരു ബ്ലേഡ് പാർട്ടി തരാമെന്ന് പറഞ്ഞു. ഞാനതിനു വേണ്ടി ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുത്തു നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾ പണം കൊടുത്തില്ലേ? പണമുണ്ടായാൽ നിന്നോട് ഞാൻ പറയാതിരിക്കുമോ? പിന്നെ ഈ 10 ലക്ഷം ഏതാ? എനിക്കറിയില്ല. പക്ഷേ പണം കൊടുത്തതും പരാതിപ്പെട്ടതും നിങ്ങളാണെന്ന് TV യിൽ ദാ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അതേക്കുറിച്ച് എനിക്കറിയില്ല. രവി മേനോൻ നിസ്സഹായതയോടെ കൈമലർത്തി. അച്ഛാ, വിനീത് അപ്പോഴാണ് സ്വന്തം റൂമിൽ നിന്നും മൊബൈലുമായിട്ടെത്തിയത്. അച്ഛനെ മഹിയേട്ടൻ വിളിക്കുന്നു. രവി മേനോൻ മകളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. എന്നതാണ് അച്ഛാ ഈ കാണുന്നതൊക്കെ? ചെവിയിൽ മരുമകൻ്റെ രോഷവും ആക്ഷേപവും കലർന്ന സ്വരം. മകൻ മാത്രമല്ല, അച്ഛൻ്റെ പേരും TV യിൽ വന്നു തുടങ്ങിയല്ലോ. മനുഷ്യർക്ക് തലപൊക്കി നടക്കാൻ പറ്റാണ്ടായി. രവി മേനോൻ മറുപടി പറഞ്ഞില്ല. കോള് കട്ട് ചെയ്ത് മൊബൈൽ മകളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. മഹി എന്തിനാ വിളിച്ചത്? രേവതി ചോദിച്ചു. അമ്മായി അച്ഛൻ്റെ പേരുടെ
ടി വിയിൽ വന്നില്ലേ, നല്ലോണം അഭിനന്ദിക്കുമായിരുന്നു. രവി മേനോൻ ശോഭിച്ചു. വിനീതയുടെ മുഖം ചുവന്നു. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് മുറ്റത്തുന്നത്. അതിൽ നിന്നും തീക്കാറ്റ് പോലെ CI സുന്ദരേഷൻ ഇറങ്ങി. താനിതെന്നാ പോക്കിത്രം കാണിച്ചത്? ഇറങ്ങിയ പാടെ CI സുന്ദരേഷൻ രവി മേനോൻ്റെ നേർക്ക് തട്ടിക്കയറി. നിങ്ങൾ ചെന്ന് പറഞ്ഞ കാര്യം സാധിച്ചില്ലെന്ന് കരുതി ഇങ്ങനെയാണോ അവിടെ പകപോക്കുന്നത്? സാറേ, ഞാനൊന്നും അറിഞ്ഞതല്ല. രവി മേനോൻ കൈകൾ കൂപ്പിപ്പിടിച്ചു. താനറിയാതെ പിന്നെ? എനിക്കറിയില്ല. വൈഗ മാഡം മിനിയാന്ന് നമ്മളെ അവിടുന്ന് ഓടിച്ചു, അത് സത്യമാണ്. പക്ഷെ ഇന്ന് രാവിലെ ഒരുത്തൻ ഇവിടെ വന്നു. മാഡം പറഞ്ഞു വിട്ടതാണെന്നും 10 ലക്ഷം കൊടുത്താൽ മോനെ കേസിൽ നിന്ന് വിടാമെന്നൊക്കെ പറഞ്ഞു. കള്ളം, പച്ചക്കള്ളം, CI രോക്ഷത്തോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇവിടെ വരണമെങ്കിൽ വൈഗ മാഡം രണ്ടാമത് ജനിക്കണം. അയാൾ ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങളെന്താ ആ വിവരം എന്നോട് പറയാതിരുന്നത്? സാറിനോട് പറയരുതെന്ന് അയാൾ പറഞ്ഞു. ഓഹോ സാറേ, മുങ്ങിച്ചാകാൻ പോകുന്നവൻ വൈക്കോൽ തുരുമ്പ് കിട്ടാലും ചാടിപ്പിടിക്കില്ലേ രക്ഷപ്പെടാൻ? എൻ്റെ മോൻ്റെ രക്ഷ. അതിനായിട്ട് എന്തും ചെയ്തു പോകുന്ന അവസ്ഥയിലാ ഞാനെന്നറിയാലോ. വന്നവനെ വിശ്വസിച്ച് 10 ലക്ഷം കൊടുക്കാമെന്നും പറഞ്ഞു. എന്നിട്ട് 10 ലക്ഷം പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടോ സാറേ? അതുണ്ടാക്കാനായി പകൽ മുഴുവൻ നെട്ടോട്ടോടുകയായിരുന്നു ഞാൻ. എന്നിട്ട് കിട്ടിയതുമില്ല. ആകെ പരവേശപ്പെട്ട് തിരിച്ചിവിടെ വന്നപ്പോഴാണ് ഫ്ലാഷ് ന്യൂസ്. അപ്പോൾ 10 ലക്ഷം കൊടുത്തതും പരാതിപ്പെട്ടതും നിങ്ങളല്ല, ശ്രീ പത്മനാഭ സ്വാമിയാണ് സത്യം. ഞാനങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല, രവി മേനോൻ പറഞ്ഞു. സാറേ, ഞാനിങ്ങനെ ഒരു പണി ചെയ്താൽ പിന്നെ എൻ്റെ കുഞ്ഞിന് ഈ ജന്മം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കുരുക്കാവോ അതെന്ന് എനിക്കറിയില്ലേ. അല്ലെങ്കിലും വരുൺ ദേവൻ ഇനി അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ മോഹിക്കണ്ട. എൻ്റെ ഈശ്വര, രേവതി നെഞ്ചത്തടിച്ചു. ഞങ്ങൾ മനസ്സാ വാച അറിയാത്ത കാര്യമാണ്. ഞങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച പെങ്കൊച്ച ദയമോള്. അതിൻ്റെ കൂടപ്പിറപ്പിനോടും ഇങ്ങനെ ഒരു ചതി ഞങ്ങളുടെ ജീവൻ പോയാലും ചെയ്യത്തില്ല സാറേ. സിയുടെ നെറ്റിയിൽ ആലോചന വരകളായി വീണു. എങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഉണ്ടായതൊക്കെ തുറന്നു പറയണം. വരാം സാറേ, എവിടെ വേണേലും വരാം. ആ കൊച്ചു രക്ഷപ്പെടുമെങ്കിൽ ഞാൻ വരാം, രവി മേനോൻ പറഞ്ഞു. ശരി, വണ്ടി കയറി. രവി മേനോൻ CI വന്ന പോലീസ് ജീപ്പിലേക്ക് കയറി. CI നേരെ പോയത് കമ്മീഷണർ പോൾ ജേക്കബിൻ്റെ ഓഫീസിലേക്കാണ്. സുന്ദരേഷനും രവി മേനോനും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കമ്മീഷണർ പോൾ ജേക്കബ് രോഷാകുലനായി രവി മേനോൻ്റെ നേർക്ക് ചീറി. മകൻ 3 ക്രിമിനൽ കേസിൽ പ്രതിയായപ്പോൾ പണവും വാരി ബാഗിലിട്ട് നടക്കുന്ന കേസ് മുക്കാൻ തന്നെപ്പോലെയുള്ളവരുടെ മക്കൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. രവി മേനോൻ വേർത്തു. തന്നെപ്പോലെ പണവും സ്വാധീനവും ഉള്ളവർ എന്തു പറഞ്ഞാലും പോലീസ് അനുസരിച്ചോണം. അതനുസരിച്ചില്ലെങ്കിൽ ഇതാണ് കെണിയിട്ട് പിടിക്കുക. കാക്കിയിട്ട് ചിലർ എന്ത് വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നത് തന്നെപ്പോലെയുള്ളവരുടെ ഇത്തരം കെണിയെ ഭയന്നിട്ടാടോ? സാർ, ഇയാൾ നിരപരാധിയാണ്, CI സുന്ദരേഷൻ പറയാൻ ശ്രമിച്ചു. ആര് പറഞ്ഞു ഇയാൾ നിരപരാധിയാണെന്ന്? മകൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് തന്നെ വലിയൊരു ക്രിമിനൽ കുറ്റമാണ് സർ. രവി മേനോൻ തൊഴുതു. എനിക്ക് തെറ്റിപ്പോയി, ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് പറ്റിയ തെറ്റുകൊണ്ട് വൈഗ മാഡത്തിന് ഇനിയെങ്കിലും ദോഷം സംഭവിക്കരുത്. ഇനിയെന്ത് ദോഷമാണോടോ ബാക്കി? കൈക്കൂലി കേസിൽ പ്രതിയായി റിമാൻഡിലായ സെക്കൻഡിൽ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിവരം അറിയിച്ചു. DGP ഉടൻ തന്നെ സസ്പെൻഷൻ ഓർഡർ മെയിൽ ചെയ്തു. പോരെ? രവി മേനോൻ നടുങ്ങിപ്പോയി. CI സുന്ദരേഷന് വൈകിയെ ജോലിയിൽ നിന്നും അന്വേഷണാർത്ഥം സസ്പെൻഡ് ചെയ്തു എന്ന്. സുന്ദരേഷന് നെഞ്ചുവേദനിച്ചു. എല്ലാറ്റിനും കാരണം താനാണ് രവി മേനോനെയും കൂട്ടി അന്ന് പോയത്. സുന്ദരേഷന് കുറ്റബോധം കൊണ്ട് തല നിവർത്താൻ വയ്യാതായി. രാത്രി YWCയുടെ റിസപ്ഷനിലിരുന്ന ഫോൺ ബെല്ലടിച്ചു. രാഗിണി ദേവി അറ്റൻഡ് ചെയ്തു. ഐ ആം അഖിൽ, കാൻ ഐ സ്പീക്ക് ടു മിസ് അപർണ? ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം. രാഗിണിയുടെ നെറ്റി ചുളിഞ്ഞു. അപർണ നിങ്ങളുടെ ആരാ? ഷീ ഈസ് മൈ സിസ്റ്റർ. ഓ സിസ്റ്റർ, രാഗിണി ദേവി പരിഹസിച്ചു. ഈ സിസ്റ്ററോട് ഇപ്പോഴീ രാത്രിയിൽ നിങ്ങൾ സംസാരിക്കണ്ട. എനിക്ക് സംസാരിക്കണം. അഖിലിൻ്റെ ശബ്ദം ഉറച്ചു. നിങ്ങൾ സംശയിക്കണ്ട, അപർണ എൻ്റെ സഹോദരി തന്നെയാണ്. ഞാനും വൈഗ IPSൻ്റെ കസിൻ തന്നെ. ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കാണാൻ വാക്കുറപ്പിച്ചതാണ്. പക്ഷേ IPS ഇപ്പോൾ ജയിലിലല്ലേ, അതുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫുമാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല.
എനിക്കൊരു അത്യാവശ്യ കാര്യം അപർണയോട് പറഞ്ഞേ മതിയാവും. പ്ലീസ്. അതൊരു ഗൗരവ കാര്യമാണെന്ന് രാഗിണിക്ക് തോന്നി. എന്നാലും റൂമിലെ ഫോണിലേക്ക് കണക്ട് ചെയ്തില്ല. സ്വിച്ചിയെ വിട്ട് അപർണയെ താഴെ റിസപ്ഷനിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരുടെ സംസാരം ശ്രദ്ധിക്കാൻ പാകത്തിൽ നിന്നു. അപർണ റിസീവർ എടുത്തു. അപ്പു. റിസീവറിൽ നിന്നും അഖിലിൻ്റെ വാത്സല്യം നിറഞ്ഞ വിളി. ഏട്ടാ. അപർണയ്ക്ക് അത്യാഹ്ലാദം തോന്നി. എത്ര ദിവസമായി ഏട്ടൻ എന്നെ വിളിച്ചിട്ട്? അമ്മ എന്തിയേ ഏട്ടാ? അമ്മയ്ക്ക് അസുഖം കുറഞ്ഞു. അച്ഛൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടോ? ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. അമ്മയ്ക്കിപ്പോൾ സുഖമായി. അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, അഖിൽ പറഞ്ഞു. രാഗിണി ദേവി പിന്മാറി. രാത്രിയിൽ വിളിച്ചത് അപർണയുടെ സ്വന്തം സഹോദരൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. നീ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയല്ലേ? ആ. ഏട്ടനിത് എവിടുന്നാണ് വിളിക്കുന്നത്? നീ നാളെ ബാംഗ്ലൂർക്ക് മടങ്ങുന്നോ? അവളുടെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശരി. ഏട്ടാ. എന്താ പോ? ഇറങ്ങാൻ നേരം അമ്മ പറഞ്ഞു ഏട്ടനൊരു കുരുക്കിൽപ്പെട്ടുവെന്ന്. സൂക്ഷിക്കണമെന്ന്. പോലീസ് വന്നാൽ ഒന്നും അറിയില്ലെന്ന് പറയണമെന്ന്. അപർണ ശബ്ദം താത്തി. വൈകേട്ടിയും ആ വനിതാ പോലീസുകാരും കുറേ പറ്റി. പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാം. ഒരു രക്ഷപ്പെടൽ പോലെ അഖിൽ പറഞ്ഞു. ഏട്ടാ, കോള് കട്ട് ചെയ്യല്ലേ? അപർണ തിടുക്കത്തിൽ പറഞ്ഞു. എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. ഒരു ദിവസം ഏട്ടന് വേണ്ടി ലോക്കപ്പിൽ കിടന്ന എനിക്കതിന് അവകാശമുണ്ട്. എന്താ അപ്പോൾ? വൈകേച്ചി പറഞ്ഞ ദയയെ കൊന്നത് ഏട്ടനാണോ? ഏട്ടനന്ന് നാട്ടിലുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. അന്ന് രാത്രി വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ നീ എന്നെ വിഷമിപ്പിക്കല്ലേ? വിഷമിപ്പിക്കുക തന്നെയാണ്. എനിക്കറിയണം. ഏട്ടനാണോ അത് ചെയ്തത്? അങ്ങേ തലക്കിലെ നിശബ്ദത. അപർണയുടെ മുഖവും സ്വരവും മുറുക്കി. എന്തിനാണ് ഏട്ടാ ആ പാവത്തിനെ ഇത്ര ക്രൂരമായിട്ട് കൊന്നത്? എന്തിനാ? പറയ്. മറുവശത്ത് പെട്ടെന്നൊരു ഹൃദയം പിളരും പോലൊരു തേങ്ങൽ. കോള് കട്ടായി. അധ്യായം 32. പുരുഷന്മാരുടെ ജയിലിനുള്ളിൽ രാവിലത്തെ ഭക്ഷണ വിതരണം ചെയ്യുന്ന സമയം. സത്യദാസും ക്യൂവിലായിരുന്നു. തൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കിഴങ്ങുകറിയും വാങ്ങി അയാൾ തിരികെ സെല്ലിനകത്തേക്ക് കയറാൻ ഭാവിക്കുമ്പോഴാണ് ഗാർഡ് മനോഹരൻ അങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മകള് സ്ത്രീകളുടെ സെല്ലിലുണ്ട്, അറിഞ്ഞ വിവരം? എൻ്റെ മകളോ? കാര്യം മനസ്സിലാക്കാതെ സത്യദാസ് ചോദിച്ചു. അതെ, വൈഗ മേഡത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ മോൾ വൈകിയോ? അതിനെന്താ, വല്ല കേസിൻ്റെ കാര്യത്തിനായിരിക്കും അവൾ വന്നത്. ഏയ് അതല്ല, അവിടെ തടവില. അവർ 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി. സ്പോട്ടിൽ തൊണ്ടി സഹിതം വിജിലൻസ് പിടികൂടി. റിമാൻഡിലാണിപ്പോൾ. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞ് കൊണ്ടുവന്നതാ അപ്പുറത്ത് ജയിലിൽ, മനോഹരൻ പറഞ്ഞു. സത്യദാസിൻ്റെ നെഞ്ചിലൂടെ ഒരിടിവാള് മിന്നി. കയ്യിലിരുന്ന പ്ലേറ്റ് പിടിവിട്ട് താഴേക്ക് വീണു. ചപ്പാത്തിയും മണ്ണിൽ പുതഞ്ഞു. തൻ്റെ മകൾ വൈഗ, അവൾ കൈക്കൂലി വാങ്ങിയെന്ന്, തൊണ്ടിയോടെ പിടിയിലായെന്ന്. ഇല്ല, വൈഗ അങ്ങനെ ചെയ്യില്ല. ചതിയാണിത്. ആരോ അവളെ ചതിച്ചതാണ്. മനോഹരൻ കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ സത്യദാസ് പെട്ടെന്ന് വിളിച്ചു. സാറേ. അയാൾ നിന്നു. എനിക്ക് മോളെ ഒന്ന് കാണണം. അതൊന്നും നടപ്പില്ല ഡോക്ടറെ, മനോഹരൻ ഗൗരവത്തിൽ പറഞ്ഞു. ഈ കോമ്പൗണ്ടിൽ തന്നെയല്ലേ സാറേ വനിതാസല്ലേ? ഈ കോമ്പൗണ്ടൊക്കെ തന്നെയാണ്, ഒരു മതിലിനപ്പുറത്താണ്. പക്ഷെ നടപ്പില്ലെന്ന് മാത്രം. സ്ത്രീകളുടെ സെല്ലിൻ്റെ ഭാഗത്തേക്ക് പോലും പുരുഷ തടവുകാരെ വിടില്ല. അത്രമേൽ ആവശ്യമാണെങ്കിൽ കോടതിയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിക്കണം. സാറേ, ഞാനൊരു നോക്ക് മാത്രമേ കാണൂ. വേറെ കാര്യം പറയും ഡോക്ടറെ. മനോഹരൻ കർക്കശമായി. സൂപ്രണ്ട് സാറിനോട് ഒന്ന് പറഞ്ഞാലോ സാറേ? നല്ല കാര്യമായി. മനോഹരൻ പരിഹാസത്തോടെ ചിരിച്ചു. അങ്ങേരോട് നിങ്ങളുടെ പേരും ഇന്ത്യ എനിക്കിട്ടടി കിട്ടും. നിങ്ങളും ആ ഉടുമ്പ് ജോസുമായി പ്രശ്നം ഉണ്ടാക്കിയതിന് ആ പേര് ദേവസ്യ സൂപ്രണ്ട് സസ്പെൻഷനിലായതും പകരം വന്ന പുതിയ സൂപ്രണ്ടിനെ അറിയാം. നിങ്ങളുടെ കാര്യം പറയുന്നത് അങ്ങേർക്ക് കരിയാം പോരെ? സത്യദാസ് കൂടുതൽ തളർന്നു. തന്നെപ്പോലെ തൻ്റെ മോളും ജയിലിൽ, അടച്ചിട്ട മുറിക്കുള്ളിൽ, സിമൻ്റ് തറയിൽ. വൈഗ സിമൻ്റ് തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ചിത്രം
നെഞ്ചിൽ തെളിഞ്ഞപ്പോൾ സത്യദാസിന് ഹൃദയം വലിഞ്ഞു മുറുകി. എങ്ങനെ ഇത് സംഭവിച്ചു? എങ്ങനെ? ആരാണ് തനിക്കും കുടുംബത്തിനും ഇത്ര വലിയ ശത്രു? എത്ര ആലോചിച്ചിട്ടും അതയാൾക്ക് മനസ്സിലായില്ല. സെല്ലിനുള്ളിൽ വിരിച്ച പായിലേക്ക് സത്യദാസ് കമന്നു വീണു കിടന്നു. അല്പസമയം കഴിഞ്ഞതും അഴിയിട്ട വാതിലിൻ്റെ പൂട്ട് തിരിയുന്ന ശബ്ദം കേട്ടു. എല്ലാവരും പുറത്തിറങ്ങി ക്യൂ നിൽക്ക്, ഡോക്ടർ വന്നിട്ടുണ്ട് പരിശോധിക്കാൻ. വാർഡർ മനോജിൻ്റെ ശബ്ദം. സസ്പെൻഷനിലായ ജോർജിന് പകരം വന്നതാണ് മനോജ്. ജയിലിലെ തടവുപുള്ളികളുടെ ആരോഗ്യം പരിശോധിക്കാൻ എല്ലാ ആഴ്ചയിലും ഒരു സർക്കാർ ഡോക്ടർ എത്തും. മറ്റുള്ളവർക്കൊപ്പം ഇറങ്ങി സത്യദാസും ക്യൂവിൽ നിന്നു. താനൊരു ഡോക്ടറാണ്, പക്ഷേ ജയിലിലായിരിക്കുമ്പോൾ ജയിൽ നടപടികൾ അനുസരിച്ചേ മതിയാവും. താൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഇതേ ജയിലിൽ ഡോക്ടറുടെ ചാർജ് തനിക്കായിരുന്നു. എത്രയോ തവണ താനിവിടെ വന്നിരിക്കുന്നു. ഇതേപോലെ ഊഴം കാത്ത് ക്യൂ നിൽക്കുന്ന തടവുകാരെ പരിശോധിച്ചിരിക്കുന്നു. അന്ന് താനിവിടെ ബഹുമാനിതനായി സ്വീകരിക്കപ്പെട്ടിരുന്നു. സൂപ്രണ്ടിൻ്റെ റൂമിൽ പ്രത്യേകം സീറ്റുണ്ടായിരുന്നു. ഇന്നോ മുമ്പിലുള്ളവർ പരിശോധന കഴിഞ്ഞ് മാറിയപ്പോൾ സത്യദാസ് ഡോക്ടർ ഇരിക്കുന്ന മുറിയിലേക്ക് കയറി. സൂപ്രണ്ട് തോമസ് കോരയുമുണ്ട്. ഉള്ളിലേക്ക് കയറിയതും സത്യദാസ് പാദങ്ങൾ തറഞ്ഞതുപോലെ നിന്നുപോയി. ഡോക്ടർ ടോമി സക്രിയ മുമ്പിലിരിക്കുന്നു. തൻ്റെ കീഴിലുണ്ടായിരുന്നയാൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. സത്യദാസിൻ്റെ നിൽപ്പ് കണ്ട് സൂപ്രണ്ട് ശബ്ദമുയർത്തി. ഇയാൾ ഡോക്ടർ ആയതുകൊണ്ട് പരിശോധന വേണ്ടെന്നായിരിക്കും അല്ലേ? അതൊന്നും ഇവിടെ നടപ്പില്ല. ഇങ്ങോട്ട് നീങ്ങിക്ക്. സൂപ്രണ്ട് എഴുന്നേറ്റ് സത്യദാസിനെ മുമ്പോട്ട് തള്ളിവിട്ടു. വീഴാനാഞ്ഞുപോയ സത്യദാസിനെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്ന ടോമി സക്രിയ താങ്ങി. മുഖത്തോട് മുഖം ഒരു നിമിഷം. ടോമി സക്രിയയുടെ മിഴികളിൽ നനവായി അനുകമ്പയൂറി. പരിശോധിച്ചോളൂ ടോമി, ശബ്ദം താഴ്ത്തി സത്യദാസ് പറഞ്ഞു. അല്ലെങ്കിൽ സൂപ്രണ്ട് ഇനിയും കുറയ്ക്കും. ഞാൻ അകപ്പെട്ടു പോയില്ലേ? ടോമി സക്രിയയുടെ നെഞ്ചിൽ DMO സത്യദാസ് എന്ന ബഹുമാനിപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ നിറഞ്ഞു. എന്തൊരു മര്യാദയും വിനയവും സ്നേഹവുമായിരുന്നു. ഉന്നത നിലയിൽ പോലും. ടോമി സ്റ്റെറസ്കോപ്പ് സത്യദാസിൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു, സാർ അകപ്പെട്ടു പോയതല്ല, പുറത്തിറങ്ങാമായിട്ടും സ്വയം ഇതിനുള്ളിലേക്ക് വന്നതല്ലേ. ഞാൻ മകളെ കൊന്നവനാണ്. കൊന്നവൻ ശിക്ഷ അർഹിക്കുന്നു. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മകള് ഇപ്പോൾ അകത്തായി. കെണിവെച്ച് ശത്രു വീഴ്ത്തിയതാണ്. അത് സാർ അറിഞ്ഞില്ലേ? അറിഞ്ഞു. സങ്കടപ്പെട്ട് ഇതിനുള്ളിൽ കിടന്നു. അല്ലാതെ ഞാനെന്ത് ചെയ്യാൻ? ഈ തോറ്റുകൊടുക്കലാണ് സാർ ശത്രുവിൻ്റെ വിജയം. ടോമി സക്രിയ കുറ്റപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. അടിക്കടി സാറിൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്? അത് വിധിയല്ല. വലിയ ഒരു ചതുരംഗപ്പെട്ടിയിലുള്ള കള്ളക്കളിയാണെങ്കിലോ? കളിയിൽ തോറ്റു പിന്മാറി കിടക്കുകയല്ല സാർ വേണ്ടത്, വെട്ടി നികത്തി മുന്നേറണം. സത്യദാസിൻ്റെ അന്തരംഗത്തിൽ ഒരു പ്രക്ഷുബ്ധത. അതിനാദ്യം സാർ ഇതിനുള്ളിൽ നിന്നും പുറത്തു വരണം. അല്ലെങ്കിൽ സാറിൻ്റെ അമ്പാടിയിൽ ഇനിയും ദുരന്തമുണ്ടാവും. ടോമി സക്രിയയുടെ വാക്കുകൾ അതൊരു ഉത്തേജക മരുന്നായിരുന്നു സത്യദാസിന്. തളർന്നുപോയ ഞരമ്പുകളും പട്ടുപോയ ചിന്തകളുമൊക്കെ വീര്യത്തോടെ ഉണർന്നു. ടോമി, താൻ പറഞ്ഞത് ശരിയാണ്. എനിക്ക് പുറത്തു വരണം. വേണം സാർ, ടോമി ഉത്സാഹത്തോടെ പറഞ്ഞു. ആ വക്കീൽ രാജീവ് നമ്പ്യാർ പലതവണ എന്നെ സമീപിച്ചു. ഞാൻ അയാളെ അവഗണിച്ചു. എനിക്ക് വാശിയായിരുന്നു ടോമി. പക്ഷേ ഞാൻ ആ വാശി ഉപേക്ഷിക്കുന്നു. എനിക്ക് ജാമ്യം വേണം. എനിക്ക് വക്കീലിനൊന്ന് കാണണം. ഇന്ന് തന്നെ പറ്റുമോ? പറ്റും, ടോമി തറപ്പിച്ച് പറഞ്ഞു. അയാൾക്ക് സന്തോഷവും ആശ്വാസവും തോന്നി. തൻ്റെ പരിശോധനയല്ല, വാക്കുകളാണ് ഏറ്റത്. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ അമ്പാടിയിലായിരുന്നു. ഹാളിലെ ടീപ്പോയ്മേൽ ഒരു പേപ്പർ വെച്ചിട്ട് രാജീവ് ദേവികയോട് പറഞ്ഞു, ആൻറ്റി ഇതിലൊരു ഒപ്പ് വയ്ക്കണം. എന്താണിത്? സതി ചോദിച്ചു. സാജനും സാവിത്രിയും ഈശ്വരിയുമൊക്കെ ഹാളിലുണ്ട്. ഡോക്ടർക്ക് വേണ്ടി സെഷൻസ് കോർട്ടിൽ ജാമ്യാപേക്ഷ വയ്ക്കാനാണ്. അദ്ദേഹം ഇത് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ പ്രതി സമ്മതിക്കാത്ത പക്ഷം, അല്ലെങ്കിൽ ഒപ്പിടാൻ പറ്റാത്ത പക്ഷം, വേണ്ടപ്പെട്ട ബന്ധുക്കൾ ഒപ്പിട്ട് ജാമ്യാപേക്ഷ വെച്ചാലും മതി. ഇവിടെ ഭാര്യയ്ക്ക് ഒപ്പിടാം. അതാണ് ഏറെ നല്ലതും. വയസ്സായ അമ്മയുടെ കാര്യവും ആൻറ്റിയുടെ മാനസിക പ്രശ്നവും വീട്ടിൽ മറ്റാരുമില്ലെന്ന അവസ്ഥയുമൊക്കെ പറഞ്ഞ് വാദിച്ചാൽ ഇത്തവണ ജാമ്യം ഉറപ്പ്. വൈകി കൂടി ജയിലിലായതിൻ്റെ തളർച്ചയിലായിരുന്നു ദേവിക. അവരുടെ മുഖത്ത് പെട്ടെന്നൊരു വെളിച്ചം വീണു. പക്ഷേ
വൈകിയും ജയിലിലായതിൻ്റെ സന്തോഷത്തിലായിരുന്നു സതി. ഇപ്പോഴിതാ സത്യേട്ടൻ ഉടനെ ജാമ്യം കിട്ടി ഇങ്ങോട്ട് വരുമെന്ന്. അവളുടെ മുഖം കറുത്തു. സത്യേട്ടൻ ഇന്നാളത്തേതുപോലെ അവസാന സമയത്ത് ജാമ്യം വേണ്ടാന്ന് പറയും. വെറുതെ പാഴ്പണിക്ക് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്, അവൾ പറഞ്ഞു. ദേവിക സതിയെ തുറച്ചു നോക്കി. ജയിലിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന്, ചുറ്റും ശത്രുക്കളാണെന്ന്. അതുകൊണ്ട് ഇത്തവണ സത്യേട്ടൻ എതിർക്കില്ല, ദേവിക പറഞ്ഞു. മുഖത്തടി കിട്ടിയതുപോലെ സതി വിയർത്തു. ശരിയാ വക്കീലെ, ഈശ്വര്യൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ഞാനും അവനോട് കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് അവൻ വരും. വരുമെന്ന് തന്നെ അമ്മച്ചി വിശ്വസിച്ചോ? അഡ്വക്കേറ്റ് രാജീവും പറഞ്ഞു. ആ, കൂടെ എൻ്റെ മോളും വരുമോ? ദേവിക ആന്തലോടെ ചോദിച്ചു. വൈഗ മാഡം തിങ്കളാഴ്ച തന്നെ പുറത്തു വരും. ഈശ്വര, എൻ്റെ മോൾ ഒറ്റയ്ക്ക് ആ സിമൻറ്റ് തറയിൽ കിടക്കല്ലേ, ദേവിക കരഞ്ഞു. സിമൻറ്റ് തറയിലൊന്നും അല്ല ആൻറ്റി, മാഡം പോലീസ് ഓഫീസറല്ലേ, ആ കൺസിഡറേഷൻ ഉണ്ടാവും. സ്പെഷ്യൽ റൂമും അത്യാവശ്യം സൗകര്യങ്ങളും കിട്ടും. ഷുവർ. ഓക്കെ, ഞാൻ കാരണം, ദേവിക കരഞ്ഞു. ഈശ്വരി അമ്പരന്നു. നീ എന്നാ ചെയ്തു? മിത്രമോളുടെ ശരീരം എന്നെ ഒന്നും അവൾ കാണിച്ചില്ല. സത്യേട്ടനെ കൊണ്ടുവന്ന് കാണിക്കാമെന്നും ആ CI പറഞ്ഞതാ. എന്നിട്ടും അവൾ സമ്മതിച്ചില്ല. എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ നെഞ്ചുരുക്കി പ്രാഗി, നീ ഗുണം പിടിക്കില്ലെന്ന്. ദേവികയ്ക്ക് കുറ്റബോധവും സങ്കടവും ഇരട്ടിച്ചു. ഈശ്വരി മൂക്കത്ത് വിരൽ ചേർത്തു. നീ കൊള്ളാലോ ദേവികെ. അല്ല, മിത്രയുടെ ശവം പോലും കാണാൻ പറ്റാണ്ട് വന്നപ്പോൾ. ആൻറ്റി, രാജീവ് ഇടയിൽ കയറി. മിത്ര വൈഗ മാഡത്തിൻ്റെ അനിയത്തിയാണ്. എന്നിട്ടും ആ ശവം ആൻറ്റിയും ഡോക്ടറെയും കാണാൻ മാഡം സമ്മതിച്ചില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എന്ത് കാരണം? അത് മാഡത്തിനെ അറിയും. രാജീവ് കൈമലർത്തി. എന്നിട്ട് ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ? അന്ന് സന്ധ്യയ്ക്ക് ആ രവി മേനോനും കൂട്ടരും വന്നപ്പോൾ ഇവിടെ എന്താ നടന്നത്? അവരും മാഡവും തമ്മിൽ രൂക്ഷമായ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായില്ല, അതുവരെ മിണ്ടാതിരുന്ന സാജൻ ഇടയിൽ കയറി പറഞ്ഞു. അതെ, ഞങ്ങൾ അതേക്കുറിച്ചൊന്നും അറിയത്തില്ല, സാവിത്രിയും കൈമലർത്തി. പുറത്തെ വരാന്തയിൽ വെച്ചായിരുന്നു സാറേ ഇടപാടൊക്കെ, സതി പറഞ്ഞു. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ഞങ്ങളാരും അങ്ങോട്ട് നോക്കിയതേയില്ല. സതി സൂത്രത്തിൽ കൈ കഴുകിയിട്ട് സാജനെയും സാവിത്രിയെയും ഗൂഢമായി നോക്കി. വക്കീലിൻ്റെ കണ്ണുകൾ അത് പിടിച്ചെടുത്തു. അയാൾക്ക് മനസ്സിലായി, കള്ളൻ പുറത്തല്ല, കള്ളൻ കപ്പലിനുള്ളിൽ തന്നെയാണ് എന്ന്. ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ മാഡം എന്തിനാ ഇവിടെ നിന്നും താമസം മാറിയത്? ആർക്കറിയാം, ഇവിടെ നിന്നും താമസം മാറ്റിയിട്ട് എന്തേലും സാധിക്കാനുണ്ടായിരിക്കും, സതി പറഞ്ഞു. അങ്ങനെയല്ല മോനെ, ഈശ്വരി പറഞ്ഞു. വന്നത് ദയക്കുട്ടിയെ കൊന്നോൻ്റെ ആൾക്കാരാണല്ലോ. അവരെ കയറ്റിയിരുത്തതും വൈഗമോള് സംസാരിച്ചതും ദേവിക്ക് വലിയ ദേഷ്യമായി. ഒന്ന് രണ്ട് പറഞ്ഞ് അവളെ തല്ലി. അവൾക്കും വാശി കയറി, ഇറങ്ങിപ്പോയി. അത്രയേ ഉള്ളൂ. അത് ശരി. രാജീവ് തുടർന്ന് പറയാഞ്ഞതും പോക്കറ്റിൽ കിടന്നിരുന്ന മൊബൈൽ ബെല്ലടിച്ചു. അയാൾ ഫോൺ എടുത്തു. ഞാൻ ടോമി സക്കറിയാണ്, വക്കീലെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ. ആ ഡോക്ടറെ പറയും. ഞാൻ സബ് ജയിലിൽ പതിവ് പോലെ ചെക്കപ്പിന് പോയിട്ട് വരികയാണ്. നമ്മുടെ ഡോക്ടറെ കണ്ടു. അദ്ദേഹത്തിന് ജാമ്യം വേണമെന്ന്, വക്കീലിനെ ഉടനെ കാണണമെന്ന്. താങ്ക് ഗോഡ്. രാജീവ് മുകളിലേക്ക് നോക്കി നന്ദി പറഞ്ഞു. അമ്പാടിയിൽ നിന്നും വക്കീൽ നേരെ പോയത് സബ് ജയിലിലേക്കാണ്. നന്നായി ഡോക്ടർ. അഡ്വക്കേറ്റ് രാജീവ് ഡോക്ടർ സത്യദാസിന് ഷേക്ക് ഹാൻഡ് നൽകി. ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഒരു നിമിഷത്തെ പാളിച്ച പലർക്കും ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മളെന്തിനാ ഈ ലോകത്തു നിന്നും ഒളിച്ചോടുന്നത്? ഒളിച്ചോടുമ്പോഴാണ് നമ്മൾ കുറ്റവാളിയാക്കുന്നത്, സമൂഹം വിലയിരുത്തുന്നത്. സമൂഹത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട പേരും പെരുമയും വീണ്ടെടുക്കാൻ വേണ്ടിയല്ല എനിക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞത്. പിന്നെ ശത്രുക്കളിൽ നിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനാണ്. ശത്രുക്കൾ? അതാര്? ആ പത്തനാടനോ? അതെനിക്കറിയില്ല സാർ, സത്യദാസ് പറഞ്ഞു. പക്ഷെ ഞാനറിയാത്ത ആരോ ഒരാൾ, ഒരു കടുത്ത ശത്രു, പകയോടെ അവനെൻ്റെ വീടിനെ ആകെ വിഴുങ്ങുകയാണ്. എൻ്റെ ദയമോളെ കൊന്നു, എൻ്റെ മിത്രമോള്. അറിയാമല്ലോ എല്ലാം. എൻ്റെ ഈ കൈ കൊണ്ടാണ് എൻ്റെ കുഞ്ഞു മരിച്ചത്. അന്നേരത്തെ വെപ്രാളവും സങ്കടവും അപമാനബോധവും എല്ലാം കൊണ്ട് ആ ബോഡി മറയ്ക്കാനായി തൽക്കാലം എൻ്റെ ഫ്രീസറിൽ വെച്ചതും ഞാൻ തന്നെയാണ്. അത് തന്നെയാണ് സത്യവും. രാജീവ്
ഡോക്ടർ ശ്രദ്ധയോടെ നോക്കി. പക്ഷെ അവിടെ നിന്ന് ശരീരം എടുത്ത് പുഴയിൽ കൊണ്ടുവന്നിട്ടു. ആരെങ്കിലും അത് ചെയ്യാതെ ശരീരം പുഴയിൽ വരില്ലല്ലോ, ശരിയല്ലേ? രാജീവ് തലയാട്ടി. അവിടം കൊണ്ട് തീർന്നെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ എൻ്റെ വൈകമോള്, അവളൊരിക്കലും പ്രൊഫഷനെ വഞ്ചിക്കില്ല. ഒരു നയാ പൈസ അവൾ അനധികൃതമായി വാങ്ങിക്കില്ല. എൻ്റെ മോളെ എനിക്കറിയാം. എന്നിട്ടും അവളെ തന്ത്രപൂർവ്വം കുടുക്കി ജയിലിലാക്കി. എൻ്റെ 3 പെൺമക്കളെയും ഒരുപോലെ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും അരയും തലയും മുറുക്കി ഇറങ്ങിയ ആ ശത്രുവിനെ എനിക്ക് കണ്ടെത്തിയേ തീരൂ. അവനെ കീഴടക്കിയേ തീരൂ. സത്യദാസ് ശക്തമായി കിതച്ചു. അവന് വേണ്ടിയാണ്. അവന് വേണ്ടത് എൻ്റെ ജീവനാണെങ്കിൽ ഞാനത് കൊടുക്കും. എന്നിട്ട് എനിക്കെൻ്റെ വൈകമോളെ രക്ഷിക്കണം. അത് ഞാൻ പുറത്തുണ്ടായേ മതിയാവും. അതിനാണ് ജാമ്യം വേണമെന്ന് പറഞ്ഞത്. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ് സർ, രാജീവ് പറഞ്ഞു. എന്നിട്ട് ജാമ്യാപേക്ഷയിൽ ഒപ്പിടുക വെച്ച് വാങ്ങി. അത് വാങ്ങുമ്പോൾ ഉറപ്പുപോലെ രാജീവ് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പുറത്തിറക്കിയിരിക്കും ഇത്തവണ. ഡോക്ടർ രശ്മി മെഡിക്കൽ കോളേജിൽ നിന്നും ഉച്ചയൂണ് കഴിക്കാനായി വീട്ടിലെത്തിയതാണ്. എത്തിയപാടെ അവൾ പറഞ്ഞു, ഊണ് വിളമ്പിക്കാമേ, കഴിച്ചിട്ട് എനിക്ക് ഉടനെ പോകണം. ജയിലിൽ നിന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചു വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കെയർ എനിക്കാണ്. കൈയഴുകി വന്നോ മോളെ? അമ്മ വിളമ്പിക്കഴിഞ്ഞു, രോഹിണി പറഞ്ഞു. രശ്മി ഡൈനിങ് ടേബിളിനരികിലേക്ക് വന്നു. അമ്മയും ഇരിക്കി. താൻ കൂടെ ഇരുന്ന് നിർബന്ധിച്ചില്ലെങ്കിൽ അമ്മ കഴിക്കില്ല. അച്ഛൻ്റെ ഓർക്കാപ്പുറത്തുള്ള മരണം അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നു. പെട്ടെന്നാണ് ഒറ്റപ്പെട്ടു പോയതിൻ്റെ സങ്കടം തീർക്കുന്നത് സ്വയം പീഡിപ്പിച്ചാണ്. പട്ടിണി കിടക്കുക, അതാണ് നയം. അതുകൊണ്ട് ഇത്ര തിരക്കുണ്ടെങ്കിലും അന്നു മുതൽ എന്നും രശ്മി ഉച്ചയ്ക്കുണ്ണാൻ വീട്ടിലെത്തും. അവൾ തന്നെ ഒരു ഉരുള ഉരുട്ടിയെടുത്തു. അമ്മ വായ തുറക്ക്. അവൾ ഉരുള രോഹിണിക്ക് നീട്ടി. ഞാൻ കഴിച്ചോളാം മോളെ, നീ കഴിക്കി. അമ്മ ഇത്തിരിയെങ്കിലും കഴിക്കി. രശ്മി ഉരുള അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. ചോറ് വായിലിട്ട് ചവയ്ക്കുമ്പോൾ എന്നും പതിവായി ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിരുന്ന ഭർത്താവിൻ്റെ ഓർമ്മയിൽ രോഹിണിയുടെ മനസ്സ് വിങ്ങി, മിഴികൾ തുളുമ്പി. അപ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. ഞാൻ പോയി നോക്കിയിട്ട് വരാം, മോള് കഴിക്കി. ഉടനെ പോകേണ്ടതല്ലേ, രോഹിണി പറഞ്ഞു. അമ്മ കഴിക്കി. ആരാ വന്നതെന്ന് ഞാൻ നോക്കാം. രശ്മി എഴുന്നേറ്റ് മുൻവശത്തേക്ക് വന്നു. വാതിൽ തുറന്നു. അവളുടെ ഹൃത്തടം പെട്ടെന്നൊന്ന് വികസിച്ചു. മുമ്പിൽ കാർത്തിക് ചന്ദ്രൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ആരുടെയും കമൻറ്റും ലൈക്കും ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ കഥ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി നമ്മൾ കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.